ബാലസംഘം രൂപീകരണത്തിൻ്റെ 85ാം വാർഷിക പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇത്തവണ ഈ ഗ്രീൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ഇന്ന് ലോകമാനവരാശിയുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും കേന്ദ്രമായി വരുന്ന പ്രശ്നമാണ് പരിസ്ഥിതി പ്രശ്നം. ഏറ്റവും മികച്ച ജീവിതമുണ്ടാക്കാൻ വേണ്ടി പോരാടുക എന്നതിനപ്പുറം മനുഷ്യൻ നിലനിൽപ്പിന് വേണ്ടി പോരാടണം എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് ലോകം ചെന്ന് നിൽക്കുന്നത്. കാരണം മനുഷ്യൻ്റെയും ഇതര ജീവജാലങ്ങളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാവുന്ന രൂപത്തിലാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇന്ന് ലോകത്തെ ബാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആഗോള താപനം, കാർബൺ സാന്ദ്രത അന്തരീക്ഷത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 400 ppm ആണ്. അത് 450 ppm ആയാൽ 2 ഡിഗ്രിയോ 3 ഡിഗ്രിയോ ഊഷ്മാവ് ഉയരും എന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ ഭൗമതാപനം വർദ്ധിക്കുമെന്നാണ് കണക്കപ്പെടുന്നത്. അത് സംഭവിച്ചാൽ ഒരു 300 കോടി ജനങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളാകെ വെള്ളത്തിനടിയിലാവും എന്നാണ് ശാസ്ത്രം പ്രവചിക്കുന്നത്. ഈ കാർബൺ സാന്ദ്രത കാര്യമാവട്ടെ അവിടെ കൃത്യമായ കണക്കാണ്. ഓരോ വർഷവും 1.6 ppm വീതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 450 ppm ആവാൻ ഒരു 30-35 കൊല്ലമേ ഉണ്ട്. അപ്പോൾ എന്നോ വിദൂരത്തിൽ വരാൻ വേണ്ടി പോകുന്നൊരു ആപത്തിനെക്കുറിച്ചല്ല, വളരെ ആസന്നമായ ഒരു ദുരന്തത്തെക്കുറിച്ചാണ് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാർബൺ സാന്ദ്രത വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ ഇന്ധനങ്ങളുടെ ഉപയോഗവും അതുപോലെ കാട് വെട്ടിത്തെളിയിക്കലും മറ്റെല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിസ്ഥിതി പ്രശ്നം രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. കേരളം ആണെങ്കിൽ ഒരു പ്രകൃതി ലോല പ്രദേശമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഓരത്ത് കിടക്കുന്ന അറബിക്കടലിൻ്റെ തീരത്ത് കിടക്കുന്ന ചെറിയ പ്രദേശം മാത്രമാണ്. ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും അറബിക്കടൽ പശ്ചിമഘട്ടം വരെ എത്തിയ തെളിവുകളുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരകളിൽ നിന്ന് വളരെ വലിയ സമുദ്രജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ചരിത്ര പല ഘട്ടങ്ങളിൽ ചിലപ്പോൾ സമുദ്രമായിട്ട് കയറിയിട്ടുണ്ടാവണം. അതുകൊണ്ട് വളരെ പ്രകൃതിലോലമായ പ്രദേശമാണ് ഈ കേരളം. വളരെ മനോഹരമായ പ്രദേശമാണ്. ഈ മനോഹരമായ പ്രദേശത്തിൻ്റെ പച്ചപ്പും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ കടമകളിൽ ഒന്നാണ്. ആ നിലയിൽ അത് ഏറ്റെടുക്കേണ്ടത് കുട്ടികൾ തന്നെയാണ്. ഇന്ന് ഗവൺമെൻറ്റൊക്കെ വളരെ ഗൗരവത്തിൽ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഹരിത കേരള മിഷൻ അതിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നവകേരള മിഷൻ്റെ ഭാഗമായി കൊണ്ടും പരിസ്ഥിതി പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. മാലിന്യ പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത്ര വലിയൊരു നഗരമൊന്നും ആയിട്ടില്ലാത്ത കേരളത്തിലും ഇപ്പോഴും മാലിന്യ പ്രശ്നം വളരെ ഗൗരവമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ മാലിന്യ പ്രശ്നം പരിഹരിച്ചുകൊണ്ടും നദികളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടും നീർത്തട അടിസ്ഥാന വികസനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടും ഒക്കെ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. നവകേരളം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സന്തുലനം ഉൾപ്പെടെയുള്ള കേരളത്തെയാണ് നവകേരളം എന്ന് പറയുക. അത്തരമൊരു കേരളം കെട്ടിപ്പടുക്കുന്നതിന് ഈ പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ മാലിന്യ സംസ്കരണത്തിൻ്റെ അംബാസഡർമാരായി സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കോൺക്ലേവിൻ്റെ ഏറ്റവും വലിയ നേട്ടതാണ്. കേരളത്തിൻ്റെ കുട്ടികൾ ഞങ്ങളാണ് പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നത്, ഞങ്ങളാണ് മാലിന്യ സംസ്കരണത്തിൻ്റെ ചാമ്പ്യന്മാരാകാൻ വേണ്ടി പോകുന്നത് എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുട്ടികൾ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം കുട്ടികളുടെയാണ് വരുന്ന ലോകം. അതുകൊണ്ട് ആ ലോകത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതിൽ മുൻകൈയും കുട്ടികൾക്ക് ഉണ്ടാവണം എന്നാണ് ഇന്ന് ലോകാനുഭവങ്ങൾ പറയുന്നത്. ഗ്രാറ്റ തുംബർഗും വിനീഷയും ലിസിപ്രിയയും ഒക്കെ ഇത്തരത്തിൽ മുൻകൈ എടുത്ത കുട്ടികളാണ്. അവരുടെ ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ബാലസംഘം കൂട്ടുകാർ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ കോൺക്ലേവിൻ്റെ ഏറ്റവും ആഹ്ലാദകരമായ പ്രഖ്യാപനം.